വെൽക്കം ബാക്ക് ടു യദ്രാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വേറിട്ട രുചിയിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ചീരയിലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ നിന്ന് 2 കെട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് എടുക്കണം. നമ്മളിത് വെളിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഫ്രഷ് ചീര തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അരിഞ്ഞൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തോരൻ എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരപ്പുകളൊക്കെ ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങ എത്രത്തോളം എടുക്കാവോ അത്രത്തോളം നല്ലതാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീരയ്ക്ക് ഈ കറി വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഒതുങ്ങി പോകുമല്ലോ. അതുകൊണ്ട് തന്നെ തേങ്ങയുടെ ആ ഒരു പൊലിമയായിരിക്കും നമ്മുടെ കറിക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഞാനതിനെ കല്ലിൽ വെച്ച് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചതച്ച് എന്ന് പറയാം, അതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കടായിലേക്ക് നമ്മുടെ അരപ്പെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടായി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. എന്നോട് ഒരിക്കലും ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കടായി എന്തിനാണ് പറയുന്നത്, മലയാളം വേർഡുകൾ ഉപയോഗിക്കേണ്ടടുത്ത് മലയാളം വേർഡ് തന്നെ ഉപയോഗിക്കണമെന്ന്. പക്ഷെ നമ്മൾ സാധാരണ കടകളിൽ ചെന്ന് പറയുമ്പോഴും ഈ ഒരു നോൺ സ്റ്റിക്ക് തവയ്ക്ക് അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ പറയുന്നത് കടായി എന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ നമ്മളോട് ഇങ്ങനെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളും അതിപ്പോൾ അങ്ങനെ തുടർന്നു പോകുന്നത്. സാധാരണ ചീൻചട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മറ്റേ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയോ ആണ്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ അകത്തോട്ട് ചീരയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. വല്ലാണ്ടങ്ങ് പീച്ചി അതായത് അമർത്തി കളയരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതിയാവും. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇപ്പോൾ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുടംപുളിയാണ്. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല കേട്ടോ, 2 കുഞ്ഞു കഷ്ണം മാത്രം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതാണ്. അതിൻ്റെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളൊരു 5-6 മിനിറ്റ് നേരത്തേക്ക് ചീരയൊക്കെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലെ ആ ചീരയ്ക്കകത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചീര ആയതുകൊണ്ട് തന്നെ അത് വെന്ത് കിട്ടാനായിട്ട് വളരെ എളുപ്പമുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഇനിയൊന്ന് എടുത്താലും മതിയാവും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നേരത്തേനും കൂടെ ഞാനിതുപോലെ തുറന്നിട്ടിട്ട് അതിൻ്റെ അകത്ത് ആ ഈർപ്പവും വെള്ളമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീരയില നമ്മൾ ഇതുപോലെ ഏത് ചീരയിലയാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടമാവും. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ ഒരു കുടംപുള്ളിയുടെ ആ ഒരു സ്വാദും ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു സ്വാദൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുമ്പം നമ്മൾ ഈ മീൻപീര വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ചീരത്തോരനൊക്കെ, അതായത് ചീരപ്പീര എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഡ്രൈ ആക്കി നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മളതിനെ വാങ്ങിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് മിച്ചത്തിനും കൂടെ ഉള്ള കറിവേപ്പില അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്ന് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഒന്നുകൂടി ഒന്ന് ഇളക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ തുറന്ന് തന്നെ ഇരിക്കട്ടെ. ആ വെളിച്ചെണ്ണയുടെ ഒരു വാസനയൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടി ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ചീരപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് വെള്ളച്ചോറിൻ്റെ കൂടെ ഈ ചീരപ്പീരയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ആരൊരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും ചോദിച്ചു വാങ്ങും. അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ.